സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 4-5 റിക്രൂട്ട്മെന്റുകൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ലുലു വിദേശത്തേക്ക് നടത്തുന്ന ഒരു സൗജന്യ റിക്രൂട്ട്മെന്റ് ആണ്. ഒട്ടനവധി തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ലുലു ഗ്രൂപ്പ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ വിദേശത്തേക്ക് തന്നെ മറ്റൊരു റിക്രൂട്ട്മെന്റ് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിങ്, ഫൈനാൻസ് മേഖലയിലുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവിടെ അവസരങ്ങളുണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില ഏജൻസികളിലേക്ക് ഡേറ്റ എൻട്രി ഉൾപ്പെടെ ഒട്ടനവധി തസ്തികകളിലേക്ക് നടക്കുന്ന 2 റിക്രൂട്ട്മെന്റുകളും ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ PSC വഴിയൊന്നും അല്ലാതെ റെസ്യൂമെ അയച്ചു കൊടുത്ത് ഇന്റർവ്യൂയിലൂടെ എത്താവുന്ന അവസരങ്ങളാണ്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന നമ്മുടെ ജോബ് സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഈ ഡേറ്റ എൻട്രി ഉൾപ്പെടെയുള്ള 3-4 വിവിധ തസ്തികകളിലേക്ക് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസി വിവിധ ജില്ലകളിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഇന്റർവ്യൂയിലൂടെ എത്തിച്ചേരാവുന്ന അവസരങ്ങളാണ്. ഈ വിജ്ഞാപനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ലഭ്യമായിരിക്കുന്ന തസ്തികകൾ ഇതൊക്കെയാണ്: ജില്ലാതല ഫെസിലിറ്റേറ്റർ, അതേപോലെ IT പേഴ്സണൽ അല്ലെ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഈ തസ്തികകളിലായിരിക്കും അവസരങ്ങളുള്ളത്. ഇതൊരു കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിമാസ വേതനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 25,000 രൂപയാണ്. കൂടാതെ യാത്ര ചെലവ് TA DA 5,000 രൂപ വരെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ജില്ലാതല ഫെസിലിറ്റേറ്ററുമായി അപേക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ഇപ്പോൾ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുമാത്രം പോരാ, സോഷ്യൽ സെക്രട്ടറി 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. ഇനി IT പേഴ്സണലായിട്ട് അപേക്ഷിക്കുന്നവർക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം. IT പേഴ്സണലായിട്ട് അപേക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വേണം, അതുകൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഇനി കമ്പ്യൂട്ടർ പരിജ്ഞാനവും അവിടെ ആവശ്യമായിട്ടുണ്ട്. ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഇവയൊക്കെ അംഗീകരിച്ച ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ്, അത് ട്രെയിനിങ് എടുത്തിരിക്കണം. MS ഓഫീസും കൂടി അതിൻ്റെ ഒപ്പം പഠിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ DCAയോ കോപ്പയോ ഒക്കെ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ക്ലിയർ ചെയ്യാം. ആദ്യത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ ജില്ലാതല ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഡിഗ്രി വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. IT പേഴ്സണലിൽ ഡിഗ്രി വേണം, അതുകൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അതേപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ്, അത് MS ഓഫീസും കൂടി പഠിച്ച കോഴ്സ്, അതല്ലെങ്കിൽ DCAയോ കോപ്പയോ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവിടെ എക്സ്പീരിയൻസ് ഇവരെ ചോദിക്കുന്നില്ല. അപ്പോൾ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ വിവിധ സോണുകളിലാണ്. ആ സോണുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 5 സോണുകളിലായിട്ട് മിക്കവാറും കേരളത്തിലെ പല ജില്ലകൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സോണുകളിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ്. അതിൽ തന്നെ അത് ജില്ലാ ഫെസിലിറ്റേറ്ററിനാണ്. എന്നാൽ IT പേഴ്സണൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറെ തിരുവനന്തപുരത്ത് ആസ്ഥാനത്തായിരിക്കും നിയമിക്കുന്നത്. തിരുവനന്തപുരം, മലപ്പുറം സോണുകളിലായിരിക്കും ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനെ നിയമിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് കഴിയുക? ഒരു വെള്ള പേപ്പറിൽ നമുക്ക് അപേക്ഷ തയ്യാറാക്കാം. ഒരു റെസ്യൂമെ, ഒരു ബയോഡാറ്റ ഒരു വെള്ള പേപ്പറിൽ തയ്യാറാക്കി പോസ്റ്റലായിട്ടോ നേരിട്ടോ അപ്ലൈ ചെയ്യാം. അവർക്ക് അപേക്ഷിക്കേണ്ട അഡ്രസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡയറക്ടർ, ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റ്, 4ാം നില, വികാസ് ഭവൻ, തിരുവനന്തപുരം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 22-ാം തീയതി ജനുവരിയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷൻ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാൻ jobsbridge.com നമ്മുടെ സൈറ്റ് സന്ദർശിക്കുക. അതല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഡേറ്റ എൻട്രിയിൽ തന്നെ കൂടുതൽ അവസരങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ലുലു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ് വിവരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ലുലു ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക്, ഗൾഫിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സൗജന്യമായിരിക്കും, വിസ ഒക്കെ ഫ്രീ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 18-ാം തീയതി ജനുവരി തൃശ്ശൂർ വെച്ചിട്ടും 20-ാം തീയതി ആലപ്പുഴ വെച്ചും നടക്കുന്നുണ്ട്.
9 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അക്കൗണ്ടന്റ് ഉണ്ട്, എംകോംകാർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ്. IT സപ്പോർട്ട് സ്റ്റാഫ്, അത് BCAക്കാർക്കോ അല്ലെ 3 ഇയർ പോളി ഡിപ്ലോമ IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവർക്കും ആ 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെയിൽസ്മാൻ കാഷ്യർ തസ്തികയിലേക്ക് മിനിമം +2 എങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷെ 2 ഇയർ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ കുക്ക്, ഷവർമ മേക്കർ, ബേക്കർ, കൺഫെക്ഷണർ, ബുച്ചർ, ഫിഷ് മോങ്കർ, ടൈലർ, സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യന്, ആർട്ടിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലും ഈ ഗൾഫിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഈ മേഖലകളിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ വോക്ക് ഇൻ ഇന്റർവ്യൂ ഡേറ്റ് ഒരിക്കൽ കൂടി പറയാം. 18-ാം തീയതി ജനുവരി തൃശ്ശൂർ വെച്ചിട്ടും 20-ാം തീയതി ആലപ്പുഴ വെച്ചിട്ടുമാണ്. 9 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാവുന്നതാണ്. കയ്യിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡേറ്റ, കളർ ഫോട്ടോസ്റ്റാറ്റ്, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ, അതേപോലെ നിങ്ങളുടെ ഫോട്ടോയെ, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കേഷൻസിന്റെ ഒക്കെ കോപ്പികൾ ഇതൊക്കെ കയ്യിൽ കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും അവസരം. ഈ വേക്കൻസിയുടെയും കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിദേശ അവസരങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മറ്റു ചില അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇമെയിൽ ചെയ്ത് എത്താവുന്ന അവസരങ്ങളാണ് ഇത്. അപ്പോൾ കേരള ഗവൺമെന്റിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവരാണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന അവസ്ഥയിലേക്ക് 3 ഒഴിവുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള, PGDC അല്ലെ DCA കോഴ്സ് കഴിഞ്ഞ, 1 ഇയർ ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ക്ലർക്കോ അല്ലെങ്കിൽ സമാന മേഖലകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഈ KGT ലോവറും അപ്പറും ഒക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഡേറ്റ എൻട്രി കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ പ്രിഫറൻസ് നൽകും. എന്നാൽ അതൊന്നും ആവശ്യമില്ല. ഡിഗ്രി കഴിഞ്ഞ് PGDCയോ DCയോ കഴിഞ്ഞ 1 ഇയർ ഈ മേഖലയിൽ അല്ലെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. മാക്സിമം 40 വയസ്സാണ് ഏജ് ലിമിറ്റ് സൂചിപ്പിക്കുന്നത്. ഒരു കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി വേജസ് ആയിരിക്കും ലഭ്യമാവുക. 450 രൂപ ആയിരിക്കും ഡെയിലി അതിന്റെ ശമ്പളം. പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം ഈ ജില്ലകളിലായിരിക്കും ഒഴിവുകളുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓർക്കുക, ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 12-ാം തീയതി വരെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇമെയിൽ അയച്ചുകൊണ്ട് തന്നെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. ഇനി ഞാൻ മറ്റൊരു വിദേശ റിക്രൂട്ട്മെന്റ് കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. അൽ അഡ്രാക്ക് ഈ ഒരു കമ്പനിയിലേക്ക്, അൽ അഡ്രാക്ക് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് LLC ഈ ഒരു കമ്പനിയിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആദ്യം ഞാൻ എക്സ്പീരിയൻസുകാരുടെ അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. സൈറ്റ് ഓഡിറ്റർ എന്ന തസ്തികയിലേക്ക് 2 to 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, MCOM അല്ലെ CA ഇന്റർ വിത്ത് 2 ഇയേഴ്സ് എങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. ഒമാന്, മസ്കറ്റ് ഇങ്ങോട്ടേക്കായിരിക്കും, ഒമാനിലെ മസ്കറ്റിലേക്കായിരിക്കും ഈ ഒരു അവസരം ഉള്ളത് എന്നുള്ള കാര്യം അറിയുക. ഇതേ കമ്പനി തന്നെ ഫ്രഷേഴ്സിനെയും ഹയർ ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് ഫിനാൻസ് കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്കായിരിക്കും. 0 to 2 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാം. ഇതും മസ്കറ്റിലായിരിക്കും ഒഴിവുകളുള്ളത്. ഇവിടെ BCom, MCom കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയുന്നവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് ഈ അൽ അഡ്രാക്ക് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരങ്ങൾ കണ്ടെത്താം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 4-5 റിക്രൂട്ട്മെന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതായത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനിയിലെ റിക്രൂട്ട്മെന്റിന് ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ തേടുവാനായിട്ട് നമ്മുടെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.